കോഴിക്കോട് കൂടരഞ്ഞിയിൽ അതിഥി തൊഴിലാളിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മാലമോഷണം ആരോപിച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി. അസം സ്വദേശി മൊമിനുൽ ഇസ്ലാമിനാണ് മർദ്ദനമേറ്റത്. അതിഥി തൊഴിലാളിക്കെതിരെ വീട്ടുടമ പോലീസിൽ നൽകിയത് വ്യാജ പരാതി. പരാതി നൽകിയ വീട്ടുടമ തൊഴിലാളിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു. ഇത് പുറത്തു വരാതിരിക്കാനാണ് മോഷണക്കുറ്റം ആരോപിച്ച് പോലീസിൽ വ്യാജ പരാതി നൽകിയത്. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദിൽഷ, എന്താണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്? അതിഥി തൊഴിലാളിയായിട്ടുള്ള അസം സ്വദേശി മൊമിനുൽ ഇസ്ലാമിനാണ് തിരുവമ്പാടി പോലീസിൽ നിന്ന് മർദ്ദനമേറ്റിരിക്കുന്നത് എന്നാണ് പരാതി. അതായത് മാലമോഷണം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തി അവിടുന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതിയുള്ളത്. കൂടരഞ്ഞി സ്വദേശി തന്നെയായിട്ടുള്ള പനക്കച്ചാൽ സജി മഴുവഞ്ചേരിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ സജി മഴുവഞ്ചേരിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അതിഥി തൊഴിലാളിയാണ് ഈ മൊമിനുൽ ഇസ്ലാം. ഈ സജി മഴുവഞ്ചേരിയുടെ വീട്ടിലെ മാല മോഷ്ടിച്ചുകൊണ്ട് ഓടുകയായിരുന്നു എന്നും തുടർന്ന് നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. ഈ മാല തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സജി മഴുവഞ്ചേരി പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ അതിഥി തൊഴിലാളിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുവെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരം. ഈ അതിഥി തൊഴിലാളി ഇപ്പോൾ കോഴിക്കോട് മുകളിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയാണ്. അതേസമയം ഈ മൊമിനുൽ ഇസ്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ ഈ സജി മഴുവഞ്ചേരിയുടെ വീട്ടിൽ വീട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ വീട്ടിൽ പുറമെ ഈ സജി മഴുവഞ്ചേരി എന്ന് പറയുന്ന വീട്ടുടമ തന്നോട് ലൈംഗിക അതിക്രമം കാണിച്ചു. ആ സമയത്ത് ഭയന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു എന്നാണ്. ഇത് പുറത്ത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ടൊരു കഥ ചമച്ച് വ്യാജ പരാതി നൽകുകയായിരുന്നു. ഇത് പുറത്തിറങ്ങാൻ